മിസ്റ്റർ പിഷു, യെസ്. ഇങ്ങനെ കളിച്ച് നടന്നാ മതിയോ? പിന്നെ നമുക്ക് കുറച്ച് സർപ്രൈസസ് ഒക്കെ വേണ്ടേ ജീവിതത്തിൽ? ഫസ്റ്റ് എപ്പിസോഡാണ്, എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകൾ വേണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് തരാൻ ഉദ്ദേശിക്കുന്ന സർപ്രൈസ്? അതിഗംഭീരമായ മനോഹരമായ ഒരു സർപ്രൈസ് ആണത് പിഷു. അടുത്ത ചോദ്യങ്ങൾ അല്ല, അവർ പ്രതീക്ഷിക്കാതെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ. അതുമല്ല. പിന്നെ എന്താണ്? ഞാൻ ഒരു തീരുമാനത്തിലെത്തി. നീ എത്തിയ തീരുമാനം എന്താണെന്ന് പറയൂ. എല്ലാവരുടെയും സന്തോഷത്തിനായി, ഉവ്വ. പിഷു ചേട്ടനെ ആനന്ദിപ്പിക്കുന്നതിനായി പറയടോ. ഞാനൊരു ഡാൻസ് കളിക്കാൻ പോവാണ്. എന്തു പറ്റി ചേട്ടന്? വെറുതെ അല്ല, അടുത്ത റൗണ്ടിന്റെ പേര് ചെകുത്താനും കടലും. ചെകുത്താനും കടലും എന്ന ഈ റൗണ്ടിൽ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ മത്സരാർത്ഥികൾ വിജയിക്കുന്നത്. എല്ലാ എപ്പിസോഡുകളിലും അവസാനം ഇതുപോലെ 2 പേർ ബാക്കിയാവും. ബാക്കിയാകുന്ന 2 പേർക്ക് നമ്മളൊരു ടാസ്ക് കൊടുക്കും. എല്ലാ എപ്പിസോഡിലും ഈ ടാസ്ക് ആയിരിക്കില്ല, മാറി മാറി വരുന്ന ടാസ്കുകളായിരിക്കും ഓരോ എപ്പിസോഡിലും. ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് ഞാൻ അവരോടൊരു കഥ പറയും. ഈ കഥയിൽ നിന്നും ഞാൻ അവരോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. ഒരു ചോദ്യത്തിന് 10 മാർക്ക് വീതം. നിസ്സാര കാര്യമാണ്. ഇത് ചെയ്തുകൊണ്ട് കഥ കേൾക്കുക, കഥ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കിട്ടൂല, കഥയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കിട്ടൂല. ആക്ടിവിറ്റി പൂർത്തിയാക്കുന്നതിന് 21 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. പൂർത്തിയാക്കിയാൽ മാത്രം. അതിൽ ചെറിയ മത്സരങ്ങൾ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. പൂർത്തിയാക്കിയാൽ 21 മാർക്ക്. കഥയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 10 മാർക്ക് വീതം, മൊത്തം 30 മാർക്ക്. അതാണ് ഇവിടെ മത്സരം. ടോട്ടൽ 51 മാർക്ക് മേടിക്കാനുള്ള ഒരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. അത് മേടിക്കാന്നുള്ളത് നിങ്ങളുടെ മെടുക്ക്. ഇന്നത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നന്ദിനി നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സാധനം കണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഓട്ടയുണ്ട്. നിങ്ങൾ ഇടുന്ന ബോൾ കൃത്യമായിട്ട് ഈ ഓട്ടയിൽ എത്ര ബോളുകൾ വീഴുന്നു. ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാണേ. അതിനെ പിടിക്കുക. കണ്ടോ? വീണില്ല. അപ്പോൾ പെട്ടെന്ന് അടുത്ത ബോൾ എടുക്കുക, വീണ്ടും ട്രൈ ചെയ്യുക, വീണ്ടും ഞെക്കുക. ഇപ്രാവശ്യം വീണു. ഏറ്റവും വലിയ പ്രത്യേകത 1 മിനിറ്റാണ് നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയം എന്നുള്ളതാണ്. നിങ്ങളിൽ ആരാണ് ഇത് ആദ്യം ചെയ്യുന്നത്? എല്ലാം നല്ല ജോഷോട് കൂടി ഏറ്റെടുക്കുന്ന ജോഷി ചേട്ടൻ തന്നെ ഇതും ഏറ്റെടുക്കണം. ജോഷിയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. വീണ്ടും കേരളത്തിലേക്ക് ഒരു യാത്ര. സ്വപ്നത്തിൽ പോലും നിർദ്ദേശിച്ചിരുന്നില്ല, അല്ലെങ്കിലും ഉപേക്ഷിച്ചതൊന്നും അന്വേഷിച്ച് പോവുക ശീലമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ന്യൂസ് ചാനലുകളുടെ സ്വന്തം നാടായി മാറിയ ശേഷം വിവരങ്ങളെല്ലാം ലൈവാണ്. ആ ദുർബല നിമിഷത്തിൽ അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. ഇന്നലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പോയി എഴുത്തോട്ട് വാടാ നിന്റെ മഴു എന്ന് ദേവേന്ദ്രനെ കൊണ്ട് പറയിപ്പിക്കുകയും കൂടി ചെയ്തപ്പോൾ തൃപ്തിയായി. നന്ദി നാട്ടുകാരെ, നന്ദി. ജോഷി ചേട്ടാ, ഇനി ജോഷി ചേട്ടന് 20 സെക്കൻഡ് മാത്രം ബാക്കിയാണുള്ളത്. എത്രയും കൂടുതൽ ബോൾ ഇടാമോ അത്രയും കൂടുതൽ ബോൾ ഇടാനായിട്ട് ശ്രമിക്കുക. 15 സെക്കൻഡ് മാത്രം ബാക്കി. 13 സെക്കൻഡ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. That's it. ജോഷി ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. ഉത്തരാധുനിക ഗോൾഫ് കളിയാണിത്. അതാണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എവിടേക്കായിരുന്നു പ്രതീക്ഷിക്കാത്ത യാത്ര? കേരളത്തിലേക്ക്. ഉറക്കത്തിൽ നിന്നും ആരാണ് വിളിച്ചുണർത്തിയത്? എന്തെടുത്തോണ്ട് വരാനാണ് ദേവേന്ദ്രൻ പറഞ്ഞത്? മഴു. നല്ല പെർഫോമൻസ് ആണ് ജോഷി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യുകയും ഇത് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത് ദേവേന്ദ്രനാണ്. അതായിരുന്നു കഥ. ജോഷി ഇതിനകത്തിട്ട ബോളുകളുടെ എണ്ണം ഞാനൊന്ന് നോക്കിക്കോട്ടെ. 1, 2, 3, 4, 5. 5 ബോളുകളാണ് ജോഷി ഈ റൗണ്ടിൽ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പറവു രാജേഷ് വരൂ. ജോഷി അവിടെ നിന്നുള്ളൂ. അടിപൊളി. ഓക്കെ രാജേഷ് പറവു, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. കുഞ്ഞൻ ജനിച്ചത് ചെന്നൈയിലാണ്. ഒരു മെയ് മാസത്തിലെ 4-ാം തീയതി. കൂടെ ഒരു സഹോദരനും 2 സഹോദരിമാരും. പക്ഷെ അവരെയൊക്കെ ഓരോ വീട്ടുകാർ കൊണ്ടുപോയി. കുഞ്ഞൻ മാത്രം തിരുവല്ലയിലെത്തി. തന്തൂരി ചിക്കനാണ് കുഞ്ഞൻ്റെ ഇഷ്ട വിഭവം. അടുത്ത വീട്ടിലെ കോഴികളെ ഓടിച്ചിട്ട് ഉമ്മ വയ്ക്കലാണ് കുഞ്ഞൻ്റെ ഹോബി. മീൻകാരൻ ഇസ്മയിലിൻ്റെ വരവിനായി എന്നും കുഞ്ഞൻ കാതോർത്തിരിക്കും. ഒരു പാവം പട്ടിക്കുഞ്ഞാണ് കുഞ്ഞൻ. രാജേഷ് 30 സെക്കൻഡ് മാത്രം ബാക്കി. ഈസി ആയിട്ട് നമുക്ക് ജോഷി ചേട്ടനെ തകർക്കാവുന്നതേ ഉള്ളൂ. മാക്സിമം ബോളുകൾ കുടിക്കാതിടാനായിട്ട് ശ്രമിക്കുക. 20 സെക്കൻഡ് മാത്രം ബാക്കി. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. 15 സെക്കൻഡുകൾ
കുഞ്ഞൻ ജനിച്ചത് എവിടെയാണ്? ചെന്നൈയില്. കുഞ്ഞൻ ഇപ്പോൾ എവിടെയാണ്? തിരുവല്ല. ആരുടെ വരവിനായാണ് കുഞ്ഞൻ കാതോർത്തിരിക്കുന്നത്? മീൻകാരന്റെ. മീൻകാരന്റെ പേരും കൂടെ പറയണം. കുഞ്ഞൻ ജനിച്ചത് എവിടെയാണ്? ചെന്നൈ. ഉത്തരം ശരിയാണ്. കുഞ്ഞൻ ഇപ്പോൾ എവിടെയാണ്? തിരുവല്ലയിൽ. അതും ശരിയാണ്. ആരുടെ വരവിനായി കുഞ്ഞൻ കാതോർത്തിരുന്നത്? മീൻകാരൻ. ശരിയാണ്. എന്നാൽ മീൻകാരൻ ഇസ്മയിലാണ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ 20 മാർക്ക് നിങ്ങൾ രണ്ടുപേരും നേടി. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് 10 10 20 മാർക്ക് നേടി. എന്നാൽ ഇതെണ്ണുമ്പോൾ 5-ൽ കൂടുതലാണെങ്കിൽ അത് വേണം. ജോഷി ചതിച്ചാശാനെ. അത് വേണം. കരഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്നത് ജോഷി. എനിക്ക് സന്തോഷമുണ്ട്. എങ്കിൽ ജോഷി ചേട്ടൻ നീ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എണ്ണാം. 1 2 3 4 5. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? Yes. ടൈ. എടുക്ക്. ഇപ്പോൾ ടൈയിലാണ്. ടൈയാണ്. 6. ഉണ്ടൂടുണ്ട് ചേട്ടാ. അയ്യോ 7. അയ്യോ 6 കഴിഞ്ഞ് ദേ കിടക്കുന്ന 7. ഇത് അതിലും മികച്ചത്. ഹോം മിനിസ്റ്റർ എന്ന പരിപാടിയുടെ ഒരു സാമ്പിൾ. എന്താണ് ഇതിന്റെ റൗണ്ടുകൾ, എന്തൊക്കെയാണ് ഇതിന്റെ നിയമങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാർക്കുകൾ എന്നെല്ലാം പ്രേക്ഷക ലക്ഷങ്ങളായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ചെയ്ത എപ്പിസോഡ് അവസാനിച്ചിട്ടില്ല. എങ്കിലും ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സുഹൃത്തുക്കൾ, മികച്ച കലാകാരന്മാർ, കലാലോകത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കേണ്ടവർ, അങ്ങനെയുള്ളവരാണ് ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കെടുത്തത്. എങ്കിലും അവസാനത്തെ ഈ ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒന്നിച്ചു വന്നപ്പോൾ ഈ ബോള് കുഴിക്കകത്തേക്ക് പോയ കേസിൽ രാജേഷ് പറവൂർ കുറച്ച് മുന്നിട്ട് നിന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ വന്നപ്പോൾ തൊട്ടു പുറകിലായത് ജോഷി എന്ന രാജേഷിൻ്റെയും എൻ്റെ സുഹൃത്താണ്. ജോഷിക്ക് ഒരുപാട് നന്ദി. ജോഷിക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഈ ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇനി ഒരുപാട് എപ്പിസോഡ് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ വേണം, അത് പോയിരിക്കുന്നു. അങ്ങനെ ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞ ജോഷിക്ക് സമ്മാനങ്ങൾ കൊടുക്കും നന്ദിനി.